ഹരി ഓം. 12ാമത്തെ സ്തുതി ദേവഹൂതിയുടെ ഭഗവസ്തുതി. ഇത് തൃതീയ സ്കന്ധം 33-ാം അധ്യായം 2 മുതൽ 8 വരെ ശ്ലോകങ്ങൾ. ദേവഹൂതി തൻ്റെ മകനും ഗുരുവുമായ കപിലയോഗീശ്വരൻ്റെ ജ്ഞാനോപദേശങ്ങൾ കേട്ട് എല്ലാത്തിനും പരമമായ ഈശ്വരൻ ഏകനാണെന്നും ഭിന്നഭാവങ്ങൾ മൂലമാണ് അനേകമായി കാണുന്നതെന്നും മനസ്സിലാക്കി. ആ ഈശ്വരനെ ഭജിക്കണം. ഒന്നിലും സംഘമില്ലാതെ ഇരിക്കുകയാണ് മുഖ്യസംഗതി. വിരക്തിയോടുകൂടി മനസ്സടക്കി വിഷയാശ വിട്ട് വസിക്കുന്ന പുരുഷന് സത്യമായ വസ്തു തെളിഞ്ഞു കാണും. ഭഗവാന്റെ നിർഗുണജ്ഞാനവും ഭഗവാനിലുള്ള ഉറച്ച പ്രേമഭക്തിയും രണ്ടും ഒരുപോലെ ഭഗവത് സ്വരൂപമറിയാൻ നമുക്ക് ഫലപ്രദമാകും. ഭക്തിയോഗം, ഇന്ദ്രിയ നിഗ്രഹം, തപസ്, അഷ്ടാംഗയോഗം, വേദാന്ത ചിന്ത, വിരക്തി, ശമം, ദമം ഇങ്ങനെയുള്ള ധർമ്മങ്ങൾ കൊണ്ടും സന്യാസയോഗം കൊണ്ടും ഗുണപൂർണനായി സ്വയം പ്രകാശിച്ചിടുന്ന ഈശ്വരനിൽ ചേരാൻ കഴിയുന്നു. നിഷ്കാമവും സഗുണവുമായ ഭക്തിയോഗത്തെ കപില ഭഗവാൻ ദേവഹൂതിക്ക് ഉപദേശിച്ചു. ദുഷ്ടനും ഗർവിഷ്ഠനും ഭക്തിയില്ലാത്തവനും ഇതൊന്നും പറഞ്ഞു കൊടുക്കരുത്. ശ്രദ്ധയും ഭക്തിയും വിനയവും കേൾക്കുന്നതിൽ പ്രീതിയും ശാന്തതയും സദാചാരനിഷ്ഠയും ഉള്ളവരോട് മാത്രം ഇത് പറയാം. ഇങ്ങനെയുള്ള കപിലഭഗവാന്റെ വാക്കുകൾ കേട്ട് ദേവഹൂതി മോഹമകന്ന് ഭഗവാനെ സ്തുതിക്കുന്നു. ആദ്യം നമ്മൾക്ക് സ്തുതി കേൾക്കാം, പിന്നെ അതിൻ്റെ സാരാംശം. ദേവഹൂതിരുവാച അഥാപ്യജോന്തസ്സലിലേശയാനം ഭൂതേന്ദ്രിയാർത്ഥാത്മമയം വപുസ്തേ ഗുണപ്രവാഹം സദശേഷബീജം ദദ്യോ സ്വയം യജ്ജഡരാബ്ജജാത സ ഏവ വിശ്വസ്യ ഭവാൻ വിധത്തെ ഗുണപ്രവാഹേണ വിഭക്തവീര്യ സർഗാദ്യനീഹോ വിദദാഭിസന്ധി ആത്മേശ്വരോദർക്യ സഹസ്രശക്തി സത്വം മൃദോ മേ ജഡരേണ നാഥ കഥം नु യസ്യോദരയേ തദാസീത് വിശ്വം യുഗാന്തേ വടപത്രയേക ശേതേ സ്മ മായാ ശിശുരംഘ്രിപാന ത്വം ദേഹതന്ത്രപ്രശമായ പാപ്മനാം നിദേശഭാജാം ച വിഭോ വിഭൂതയേ യഥാവതാരസ്തവ സൂകരാദയ തഥായമപ്യാത്മപതോപലബ്ധയേ യന്നാമധേയശ്രവണാനുകീർത്തനാത് യത് പ്രഹ്വണാത് യസ്മരണാദപി ക്വചിത് ശ്വാദോപി സദ്യസ്സവനായ കൽപ്പതേ കുതഃ പുനസ്തേ ഭഗവാനുദർശനാത് അഹോ ബദശ്വപചോദോ ഗരീയാൻ യജ്ജിഹ്വാഗ്രേ വർത്തതേ നാമ തുഭ്യം തേ പുസ്തപസ്തേ ജുഹുവു സസ്നുരാര്യ ബ്രഹ്മാനോ ചോർനാമ ഗുണന്തി യേതേ തം ത്വാമഹം ബ്രഹ്മപരം പുമാംസം പ്രത്യക്സ്രോതസ്യാത്മനി സംവിഭാവ്യം സ്വതേജസാധ്വസ്തഗുണപ്രവാഹം വന്ദേ വിഷ്ണും കപിലം വേദഗർഭം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സാരാംശം നോക്കാം. ദേവഹൂതി പറയുകയാണ്, ഹേ ഭഗവൻ,
നാഭിയിൽ കിളിർത്ത താമരയിലിരുന്ന് ബ്രഹ്മാവ് ധ്യാനിച്ചതുമൂലം കാണാൻ കഴിഞ്ഞ ജലത്തിൻ്റെ മധ്യത്തിൽ ശയിക്കുന്നതും ഭൂതേന്ദ്രിയാത്മാക്കൾ, അർത്ഥങ്ങൾ എന്നിവയ്ക്ക് മൂർത്തിയായതും ആയ അങ്ങ് ഈ ലോകങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച് കാക്കുന്നു. എല്ലാ ഗുണങ്ങളും തിരിച്ച് നിഷ്ക്രിയനായി സങ്കല്പമാത്രം കൊണ്ട് ഈ ജോലിയെല്ലാം സർവശക്തനായ അങ്ങ് നടത്തുന്നു. കൽപ്പാന്തകാലത്ത് സർവചരാചരങ്ങളും കുക്ഷിയിലടക്കി മായാശിശുവായി ആലിലയിൽ ശയിക്കുന്ന ഭഗവാൻ എങ്ങനെ എൻ്റെ ഉദരത്തിൽ 10 മാസം കിടന്നു? ഞാൻ അപേക്ഷിച്ചില്ല. അവിടുന്ന് സ്വയമേ ശരീരമെടുത്തതാണ്. ദുഷ്ടന്മാരെ ഒടുക്കുവാനും ശിഷ്ടരെ രക്ഷിക്കുവാനുമായി സുഖരാധ്യമായ അവതാരങ്ങൾ എടുത്തതുപോലെ ലോകത്തിന് ആത്മപ്രബോധനത്തിനാൽ ശോകം ഒഴിവാക്കുവാനാണ് എൻ്റെ വയറ്റിൽ വന്നു പിറന്നത്. അങ്ങയെ നേരിട്ട് കാണുവാൻ സാധിച്ചതിനാൽ ഞാൻ തീർച്ചയായും ഭാഗ്യശാലിനി തന്നെ. അങ്ങയുടെ നാമധേയങ്ങൾ ജപിക്കുന്ന നീചനും എത്രയും ശ്രേഷ്ഠനാകും. ശ്രീ വിഷ്ണുവായി കപിലൻ എന്ന പേരോടുകൂടി വിളങ്ങുന്ന അങ്ങയെ നമസ്കരിക്കുന്നു. ദേവഹൂതിയുടെ ഈ സ്തുതി കേട്ട് കപില മഹാമുനി അമ്മയോട് അത്യന്ത വാത്സല്യത്തോടെ ഗദ്ഗദകണ്ഠനായി പറഞ്ഞു, ഞാൻ പറഞ്ഞു തന്ന മാർഗം അനുഷ്ഠിച്ചാൽ താമസം വിനാ അമ്മ ബ്രഹ്മപദത്തിലെത്താം. ഇതെല്ലാം ശ്രദ്ധിച്ച് അനുഷ്ഠിച്ചു കൊള്ളുക. മറ്റുള്ളവർ ഭവാബ്ദിയിൽ മുങ്ങുമ്പോഴും അമ്മയ്ക്ക് ജന്മമില്ലാത്തവനായ എന്നോട് ചേരാം. അമ്മയ്ക്ക് ഈ വിധം തത്വബോധം നൽകിയിട്ട് അമ്മയുടെ അനുവാദവും വാങ്ങി കപിലയോഗീശ്വരൻ അവിടെ നിന്നും പോയി. പുത്രൻ പറഞ്ഞുകൊടുത്ത ആ യോഗപദ്ധതി തുടർന്ന് ചിത്തമടക്കി ജടയും വൽക്കലവും ധരിച്ച് ഉഗ്ര തപസ്സിനാൽ ദേഹമൊക്കെ ശോഷിച്ച് ആ ആശ്രമത്തിൽ വസിച്ചു. ഭർത്താവ് വനത്തിൽ പോയപ്പോൾ ഒരു ആൺതുണ ഉണ്ടായിരുന്നത് പുത്രനാണ്. ആ ഉണ്ണിയും ഇപ്പോൾ അകന്നു. എങ്കിലും പുത്രനെ ഓർക്കുമ്പോൾ പുത്രൻ പറഞ്ഞുകൊടുത്തതോർത്ത് എല്ലാം കൃത്യമായി അനുഷ്ഠിച്ച് പരമാത്മധ്യാനത്തിൽ തന്നെ മുഴുകി ക്രമേണ മുക്തയായി ഒടുവിൽ ദേഹം വെടിഞ്ഞ് പരമപദത്തിലെത്തുകയും ചെയ്തു. ദേവഹൂതി വസിച്ചിരുന്ന ആ ആശ്രമം സിദ്ധപദം എന്ന പേരിൽ പുണ്യസ്ഥലമായി. ദേവഹൂതി കപിലന്മാരുടെ ഈ സാഖ്യശാസ്ത്രം കേൾക്കുന്നവർ വിഷ്ണുപദം നേടും. ഓം നമോ ഭഗവതേ വാസുദേവായ.